പറഞ്ഞു കേട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഓച്ചിറ ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴണമെന്ന്. ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ വണ്ടി കയറി. ഇവിടെ നിന്ന് 2 മണിക്കൂറിന് പുറത്ത് യാത്രയുണ്ട്. കൂടെ എൻ്റെ ചേച്ചിയും ഉള്ളത് കൊണ്ട് യാത്ര നല്ല വൈബായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയോടെ ഓച്ചിറയിൽ ചെന്നിറങ്ങി. ഇതാണ് ക്ഷേത്ര കവാടം. ഇതിനുള്ളിൽ കൂടി കുറച്ച് മുന്നിലേക്ക് പോകണം. വിശാലമായ മണൽപ്പരപ്പാണ്. ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 12 വിളക്ക് മഹോത്സവം നടക്കുന്നതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലാണിത്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിന് മുൻപിൽ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഈ കാളയെ കണ്ടോ? ഓച്ചിറക്കാള എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഇതുപോലെ ഒന്നിലധികം കാളകൾ കാണും. ഈ കാളയെ തൊട്ട് വന്നിച്ച് ദക്ഷിണ വെച്ച ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നുവെങ്കിലും ഇവിടെ ക്ഷേത്ര കെട്ടിടമോ പ്രതിഷ്ഠയോ ഒന്നുമില്ല. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള പൂജാവിധികളൊന്നും തന്നെ ഇവിടെയില്ല. പ്രധാനമായും 2 ആൽത്തറകളും കാവുകളും അടങ്ങിയതാണ് ക്ഷേത്രസങ്കല്പം. കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുന്ന 2 ആൽത്തറകളിലാണ് പരബ്രഹ്മം കുടികൊള്ളുന്നത്. നടപ്പന്തലിൽ അനേകം പേർ ഇരിപ്പുണ്ട്. ഇവരിൽ പലരും ദിവസങ്ങൾക്ക് മുമ്പേ വന്ന് ഭജനമിരിക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങളും തൊഴുതു വന്നു. അവിടെ എങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒരു നിമിഷം മറക്കാൻ കഴിയുന്നത് പോലെ ഒരു ശാന്തി അനുഭവപ്പെടും. ആൽത്തറയ്ക്ക് മുന്നിലായി ഒരു റിങ്ങില് ചെടി നനച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഇവിടുത്തെ മണ്ണ് ഔഷധ ഗുണമുള്ളതാണെന്നാണ് വിശ്വാസം. ഈ മണ്ണ് നെറ്റിയിൽ തൊടുന്നത് ഒരു അനുഗ്രഹമായി കരുതപ്പെടുന്നു. കുറച്ചു നേരം നടപ്പന്തലിൽ വന്നിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ. ഈ ചൂടത്ത് നല്ല കുളിർമയും ഉന്മേഷവും ഒക്കെ തോന്നി. ആൽത്തറയ്ക്ക് സമീപം തടികൾ തീർത്ത രൂപങ്ങൾ കാണാം. ശാരീരിക രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഈ രൂപങ്ങൾ വാങ്ങി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. കുറച്ചു നേരം നടപ്പത്തിലിരുന്ന ശേഷം അവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാനായി ഇറങ്ങി. 12 വിളക്ക് പ്രമാണിച്ച് ക്ഷേത്രപരിസരം നിറയെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. റോഡിന്റെ ഇരുവശത്തും നീളുന്ന സ്റ്റാളുകളിൽ പലവിധ സാധനങ്ങൾ, ഏതാണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട്. ചേച്ചി എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. ആവശ്യമില്ലെങ്കിൽ കൂടി ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോകും. ഓച്ചിറ ക്ഷേത്രത്തിന്റെ സൈഡിലായി വലിയൊരു ചിറയുണ്ട്. ആമ്പൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വെള്ളം മലിനമായി തോന്നി. അവിടെ വരുന്ന ഭക്തജനങ്ങൾ പലരും കുപ്പികളും പ്ലാസ്റ്റിക്കുകളും എല്ലാം അതിലേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ടാകാം. അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നു വന്നപ്പോൾ വരിവരിയായി തത്തയും കൂടുമൊക്കെയായിട്ട് ആളുകൾ ഫലം നോക്കി പറയാനിരിപ്പുണ്ട്. കൂടാതെ കണ്ണേറും ദോഷവുമൊക്കെ മാറാനായി പാഞ്ചിയില വെച്ച് കുടിയുന്ന രീതിയും അവിടെ കാണാം. ആരോരുമില്ലാത്തവർക്ക് ഒരു അഭയസ്ഥാനം കൂടിയാണ് ഓച്ചിറ ക്ഷേത്രം. ഒറ്റപ്പെട്ടവർക്കും ഉപേക്ഷിച്ചവർക്കും വീടില്ലാത്തവർക്കും സഹായമില്ലാത്തവർക്കും എല്ലാം ഈ പുണ്യഭൂമിയിലേക്ക് വന്നെത്തുന്നു. അങ്ങനെ അനേകം പേർ ഇവിടെ തന്നെയുണ്ട്. ക്ഷേത്ര കോമ്പൗണ്ടിന് വെളിയിലായി ഇങ്ങനെ ഷീറ്റ് വെച്ച് മറച്ച കുടിലുകൾ കണ്ടില്ലേ? വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 വരെയുള്ള 12 വിളക്ക് മഹോത്സവത്തിന് വേളയിൽ 1000ഓളം ഭക്തജനങ്ങൾ ഇവിടെ കുടിൽ കെട്ടി താമസമാക്കുന്നു. ഒരു നേർച്ചയാണിത്. അടിമ കിടക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ഈ 12 ദിവസവും ഇവിടെ തന്നെ ആഹാരം പാകം ചെയ്ത് പ്രാർത്ഥനയോടെ ആ കുടിലിൽ താമസമാക്കും. അന്നദാനവും നടക്കും. ഓരോ കുടിലിനും ഓരോ നമ്പറുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുടിലിന് മുന്നിലായി പായസം വിതരണം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയ ഒരു ഗ്ലാസ് പായസം. ഞങ്ങൾ നടന്നു ചെന്നത് നക്ഷത്രവനം എന്ന പേരിൽ ഒരു ഗാർഡന്റെ സമീപത്തേക്കാണ്. അവിടെ ഓരോ ജന്മനക്ഷത്രത്തിൻ്റെയും വൃക്ഷങ്ങളെ കാണാൻ സാധിക്കും. ഓരോ വൃക്ഷത്തിനും ചുറ്റും തറ കെട്ടി അവിടെ ദീപം തെളിയിച്ചിരിക്കുന്നതായും കാണാം. എൻ്റെ നക്ഷത്ര വൃക്ഷം ഇത്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ വൃക്ഷം കാണുന്നത്. രാത്രിയിലെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന വർണ്ണ വൈവിധ്യമാർന്ന ലൈറ്റുകളും വഴിയരികളിൽ നിരന്ന കച്ചവടക്കാരുടെ വിളികളും ചിരികളും ചേർന്നൊരു വേറിട്ട ലോകം. കുട്ടികൾക്കായി ചെറിയ പാർക്ക് തന്നെ ഒരുങ്ങിയിരിക്കുന്നു. ഫുഡ് സ്റ്റാളുകളിൽ നിന്ന് ചൂടൻ ഭക്ഷണത്തിന്റെ മണം. ഈ പോകുന്നത് അടുത്തുള്ള സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെ ഭജനയും പാട്ടുമൊക്കെയായി കലാപരിപാടികൾ നടക്കുന്നുണ്ട്. സ്റ്റേഡിയം നിറയെ ആളുകൾ. സ്റ്റേജിൽ സംഗീതം നിറഞ്ഞൊഴുകുമ്പോൾ ഭക്തരുടെ ഹൃദയം ലയിച്ചു പോകുന്ന ഒരു ദൈവിക അനുഭവമായിരുന്നു. ഓഫായ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത ശേഷം രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് വന്നു. നേർച്ച നിറവേറ്റാൻ വരുന്നവർ, മാനസിക സമാധാനം തേടി വരുന്നവർ, നൂറുകണക്കിന് ആളുകൾ ഈ പുണ്യഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആരും ആരെയും ചോദ്യം ചെയ്യാത്തൊരു ലോകം പോലെ എല്ലാവർക്കും തുല്യസ്ഥാനം. ഓച്ചിറ ക്ഷേത്രം പോലെ തന്നെ പ്രസിദ്ധമാണ് അവിടുത്തെ അന്നദാനം.
ഓച്ചിറക്കഞ്ഞി എന്ന് പേര് കേട്ട അരിയും മുതിരയും ചേർത്ത കഞ്ഞി. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടം ആശ്രയിച്ചു കഴിയുന്നവർക്കും വേണ്ടി അവിടുത്തെ അന്നദാന മന്ദിരത്തിൽ നൽകി വരുന്നു. നടയുടെ മുന്നിലുള്ള തറയിൽ ആളുകൾ നിരന്നിരുന്ന് നാമം ജപിക്കുകയും കാഴ്ചകൾ കാണുകയും ചെയ്യുന്നതിനോടൊപ്പം കുറച്ചു നേരം വരുന്നു. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ സമീപത്തായി ഒരു അമ്മ അവിടെ ഭാഗവതം കിട്ടുന്നുണ്ടായിരുന്നു. ഭാഗവതത്തിൽ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഭാഗം വായിച്ച് ഫലം പറയുകയാണ് ചെയ്യാറുള്ളത്. ഇത് കണ്ടുകൊണ്ട് ഞാനും ഭാഗവതം കെട്ടാൻ തീരുമാനിച്ചു. പറഞ്ഞത് പലതും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി, എന്റെ സമയം തീരെ ശരിയില്ല. അങ്ങനെ ഉച്ചവരെ നാമം ജപിച്ചും ഓരോ കാഴ്ചകൾ കണ്ടും കഥകൾ കേട്ടും അവിടെ തന്നെ ഇരുന്നു. 12 വിളക്കിന്റെ അന്ന് വൈകുന്നേരം കുടിലുകളിൽ ഭജനം വരുന്നവർ തിരികെ വീട്ടിലേക്ക് പോകും. സാധനങ്ങൾ ഒഴിച്ച് വണ്ടിയിൽ കയറ്റി തിരികെ പോകുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളും തിരിച്ചിറങ്ങിയത്. ഓച്ചിറയിലെ ഒരു ദിവസം ഒരു യാത്രയായിരുന്നില്ല, ഒരു അനുഭവമായിരുന്നു. ആർക്കും സ്വന്തമല്ലാത്തവർ ഓച്ചിറയിൽ എല്ലാവർക്കും സ്വന്തമായി മാറുന്നു എന്നൊരു സത്യം കൂടിയുണ്ട്.